ഇന്നലെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് മീൻ പൊള്ളിച്ചത് തിന്നാൻ ആസിയാന്ന്. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുത്തിന്, അതിൻ്റെ ടേസ്റ്റ് പിടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെതാ ഞാൻ പിന്നെ വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കാം, ആഗ്രഹം പറഞ്ഞല്ലേ, അപ്പോൾ പിന്നെ നമ്മളല്ലാതെ പിന്നെ ആരുണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെതാ ഞാൻ അതിനുള്ള ഒരുക്കെല്ലാം തുടങ്ങിയവ. രാത്രിയാവ ഇത് സംഭവം, രാത്രി വേണം തന്നിട്ടമ്മ പിന്നെ ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ടൽ. അങ്ങനെതാ ആദ്യം ഒന്ന് വെളുത്തുള്ളി ഇടാം, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഓപ്ഷനല്ല, ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാം. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിട്ട് ചെറുള്ളി, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് വെല്ലുള്ളിൻ്റെ ഒരു കഷ്ണമൊക്കെ വേണം. അങ്ങനെ അതെല്ലാം വാടിയിട്ട് വരുമ്പോൾക്ക് കുറച്ച് വറ്റൽമുളക്, ഉണക്കമുളക് എന്ന് പറയുമോ നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ, അങ്ങനെ ഉണക്കമുളകിലിട്ടിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് വറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് ഇതാക്കാം. മീൻ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടാവും ഒരു സൈഡ്, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അങ്ങനെ അതെല്ലാം അതിൻ്റെ ശേഷം അത് കുറച്ച് തണ്ണിയതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു അടിച്ചിട്ട് ഇതാ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ അരിപ്പാണവ ജസ്റ്റ് ഒരു അടി. അങ്ങനെ ഒരു വായലവ ഞാനിത് പൊള്ളിക്കുന്നത്. വായല കുറച്ച് ബാട്ടിയതിൻ്റെ ശേഷം ഇതാ അരിപ്പിനെ കുറച്ച് കറച്ചപ്പിലെല്ലാം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയാക്കിയിട്ട് ഇതാ ഇങ്ങനെ എല്ലാം മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതാ കാച്ചിയ മീൻ നെയ്യിലേക്ക് ഇട്ടിട്ട് ആ മീനിലേക്ക് കുറച്ച് എല്ലാം ജസ്റ്റ് ഇങ്ങനെ എല്ലാം എത്തിച്ചതിന് ശേഷം അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊത്തിയിട്ട് വെക്കാം, കുറച്ച് വെറ്റാൻ വേണ്ടിയിട്ട് വേണം. അതെല്ലാം വെറ്റിയതിന് ശേഷം ഇതാ ഞങ്ങൾ സംഭവം റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ വായയിലേക്ക് ഞാൻ അതാ കുറച്ച് ഡെക്കറേഷനെല്ലാം ആക്കി. അത് ഞാൻ വെറുതെ ഇട്ടവ, നമുക്ക് മല്ലിസിപ്പില്ലാത്തൊരു കളിയില്ല. അങ്ങനെ അതെല്ലാം ഇട്ടതിൻ്റെ ശേഷം എന്താ പൊതിയുന്നുണ്ട്. പൊതിയാനൊന്നും അറിയില്ല ഫസ്റ്റല്ല ഒരു പ്രാവശ്യം ആക്കിന്, എന്നാലും അറിയുന്നില്ല വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു കെട്ടെല്ലാം കെട്ടി ഇതാ റീഫണ്ടിൽ കുറച്ച് എണ്ണയിൽ വരച്ചിട്ട് ഇതാക്കിയവ. അങ്ങനെ അതിൽ വെക്കാൻ വേണ്ടി ചെറിയ തീയാക്കിയിട്ട് വെക്കാനായിട്ട്. പിന്നെ കുറച്ച് കൈപ്പുണ്യെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പം അതിൻ്റെ കുറച്ച് കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, അത് കിട്ടാനും ഭാഗ്യമാണല്ലോ നമുക്കും. അങ്ങനെതാ എല്ലാം റെഡി ആയിട്ടുണ്ടാവുക. പിന്നെതാ ഞങ്ങൾ പൊള്ളിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ടാവുക. പിന്നെ ഉണ്ടാക്കിയതിനേക്കാളും നമുക്ക് ആ ഉണ്ടാക്കിയ ആൾ തിന്നിട്ടായിട്ട് ടേസ്റ്റിൻ്റെ പറയുന്നില്ലേ, അതൊരു വേറെന്നൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മളെ മനസ്സും പേരും എല്ലാം നിറയുന്നു. അങ്ങനെതാ എൻ്റെ മാപ്പിളെല്ലാം തിന്നിട്ട് നല്ല അടിപൊളി നല്ല